എൻ്റെ അടുത്ത് പുള്ളി ചോദിച്ചത് കേക്ക് എവിടെ എന്നാണ് പുള്ളി ചോദിച്ചത്. കേക്കില്ലാണ്ടാണ് ഞാൻ പുള്ളി അടുത്ത് ചെന്നത്. കേക്ക് അപ്പുറത്ത് മാറിയിരിക്കായിരുന്നല്ല, തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പുള്ളി അകത്തേക്ക് പോയല്ല. പുള്ളി പറഞ്ഞു നീ കേക്ക് എടുക്കുക, ഞാൻ മുറിച്ചത് ഞാൻ കഴിക്കില്ല, എനിക്ക് കഴിക്കാൻ പാടില്ല, മധുരം കഴിക്കാൻ പാടില്ല, നീ കട്ട് ചെയ്തോ, എന്നിട്ട് ഞാൻ എനിക്ക് വായിൽ വെച്ച് തരാമെന്ന്. ഇന്നത്തെ രീതിയിൽ ദിലീപേട്ടൻ കുറ്റക്കാരനല്ല എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തുടക്കം പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവരും ദിലീപേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം ദിലീപേട്ടൻ നിരപരാധിയാണ്. ശരിക്കും പറഞ്ഞതിൽ നിന്ന് ഞാൻ വനവാസമായിരുന്നു, വനവാസം കഴിഞ്ഞു. നിങ്ങൾ ആ കേക്ക് മുറിക്കാനൊക്കെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ എന്തായിരുന്നു പുള്ളിയുടെ ഒരു പ്രതികരണം? എങ്ങനെയാണ്? പുള്ളിക്ക് ഭയങ്കര സന്തോഷം. പുള്ളി മലക്ക് പോയതുകൊണ്ട് ഈ മധുരം ഒന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പുള്ളി. ആ പുള്ളി പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തിട്ട് നിനക്ക് തരാന്ന് പറഞ്ഞ പുള്ളി. അപ്പൊ എന്റെ വായിൽ വെച്ച് വന്നത് ദിലീപേട്ടൻ ഒന്നും ഒരു തടസ്സം പറഞ്ഞില്ല. നീ എൻ്റെ അടുത്ത് പുള്ളി ചോദിച്ചത് കേക്ക് എവിടെ എന്നാണ് പുള്ളി ചോദിച്ചത്. കേക്കില്ലാണ്ടാണ് ഞാൻ പുള്ളി അടുത്ത് ചെന്നത്. കേക്ക് അപ്പുറത്ത് മാറിയിരിക്കായിരുന്നല്ല, തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പുള്ളി അകത്തേക്ക് പോയല്ല. പുള്ളി പറഞ്ഞു നീ കേക്ക് എടുക്കുക, ഞാൻ മുറിച്ചത് ഞാൻ കഴിക്കില്ല, എനിക്ക് കഴിക്കാൻ പാടില്ല, മധുരം കഴിക്കാൻ പാടില്ല, നീ കട്ട് ചെയ്തോ, എന്നിട്ട് ഞാൻ എനിക്ക് വായിൽ വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പൊ നാളെ കാണാന്ന് പറഞ്ഞു പുള്ളി. ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. വനവാസമായിരുന്നു അല്ല, തീരുമാനമാണ്. എന്താ വെച്ചാൽ നമ്മള് വൻ തിരിച്ചുവരാണ് ദിലീപേട്ടൻ. അത്രയും കണ്ണീരോടെ അമ്മമാരെ പ്രാർത്ഥനയാണ്. വൻ തിരിച്ചുവരാണ്. 18 റിലീസാണ്. അടിപൊളിയായിട്ട് വരും. നല്ലത്.